എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഇമ്പിൾ ടൗണിന് പുറത്ത് കാണിക്കും. അവിടെ നമ്മുടെ പ്രിൻസസിനെ വീണ്ടും നേവി കപ്പലിലേക്ക് കൊണ്ടുപോവാണ്. അവളുടെ ഉള്ളിലാണെങ്കിൽ എപ്പോഴും ലൂഫിയെ കുറിച്ചുള്ള ചിന്ത മാത്രം. കട്ട് ചെയ്താ ഇവിടെ ലൂഫിയും 3 ആശാമാരും അവര് 4 പേരും ചേർന്ന് ആ ജയന്റ് ആനിമലിനെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. പകയാണെങ്കിൽ തീർത്ത് പറയും, ഇനി ഒരടി പോലും താഴേക്ക് ഞങ്ങളില്ല. നിന്നെ ഞങ്ങള് അവസാനമായിട്ട് ഒരിക്കൽ കൂടെ വിളിക്കുകയാണ്. നീ ഞങ്ങളുടെ കൂടെ മുകളിലേക്ക് വരാൻ തയ്യാറാണോ? അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോവാം. പക്ഷെ ലൂഫി ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, ഞാൻ മുകളിലേക്കില്ല, താഴേക്കേ ഉള്ളൂ. അത് കേട്ട് അവര് പല്ലൊക്കെ കടിച്ചു നിൽക്കും. ഉടനെ നമ്മുടെ ഡാൻസർ പറയും, അവർക്ക് 2 പേർക്കും ഭയങ്കര പേടിയാണ്. ലൂഫി, നമുക്ക് 2 പേർക്കും താഴേക്ക് പോവാം, നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറയുമ്പോ ലോങ് ഷോട്ടിലായിട്ട് ഒരു ചുമര് അതിപ്പോ അങ്ങനെ പതിയെ പതിയെ ബ്രേക്ക് ആവാണ്. നമ്മുടെ ആൾക്കാർ ആരും അത് ശ്രദ്ധിക്കില്ല. ഉടനെ ആ ചുമരാണെങ്കിൽ ഇപ്പൊ പൂർണ്ണമായിട്ടും തകരാണ്. നമ്മുടെ ആൾക്കാർ മുകളിലേക്ക് നോക്കും. ലൂഫി ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതെന്താ സീലിംഗ് മുകളിലേക്ക് പോകുന്നേ? അപ്പോഴായിരിക്കും നമ്മുടെ ഡാൻസർ അവൻ താഴേക്ക് നോക്കുക. സീലിംഗ് മുകളിലേക്കല്ല, നമ്മൾ താഴേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലെവൽ 4 വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കാണിക്കും. അവിടെയാണെങ്കിൽ കുറച്ച് പ്രിസണേഴ്സിനെ ആരോ ചേർന്ന് ഇപ്പൊ കൊല്ലാനായിട്ട് കൊണ്ടുപോവാണ്. ആ പ്രിസണേഴ്സ് ആണെങ്കിൽ അവരുടെ ഓപ്പോസിറ്റുള്ള ആളുടെ കാലിൽ വീണ് കെഞ്ചും. അതിനാള് പറയും, ഒരിക്കലുമില്ല, നിങ്ങളുടെ യാചന ഇനി ആരും കേൾക്കാൻ പോകുന്നില്ല. സാധാരണക്കാരായ ഒരുപാട് പേരെ നിങ്ങൾ കൊന്നു, നിങ്ങൾക്കിനി ജീവിക്കാൻ യാതൊരു അവകാശവും ഇല്ലാന്ന് പറഞ്ഞ് കുതിര പോലുള്ള ഏതോ ഒരു മോൺസ്റ്റർ ആനിമലിനെ ആളിപ്പോ അവിടേക്ക് കൊണ്ടുവരികയാണ്. ആ പ്രിസണേഴ്സ് താഴേക്ക് നോക്കും. അവിടെ നല്ല ഫോഴ്സിൽ തീയൊക്കെ കത്തി അതിന്റെ ലാവ അതങ്ങനെ തിളച്ചു മറിയാണ്. ആ പ്രിസണേഴ്സ് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ആ ഹോഴ്സ് അതിന്റെ കയ്യിലുണ്ടായിരുന്ന റാഡ് ഉപയോഗിച്ച് അവരെ അട്ടിച്ച് താഴെയിടും. ഒരു മരണഭയത്തിൽ നിലവിളിച്ച് ഇപ്പോ ആ തീയിലേക്ക് ചെന്ന് വീണ് കത്തിക്കരിയാണ്. അതിന്റെ തൊട്ടടുത്തായി മറ്റു പ്രിസണേഴ്സ് അവരാണെങ്കിൽ ആ തീ കത്താൻ ആവശ്യമായിട്ടുള്ള മരക്കട്ടകൾ അവിടേക്ക് കൊണ്ടുവരാണ്. ഉടനെ അതിലൊരാൾക്ക് ഇപ്പൊ ദേഷ്യം സഹിക്കാൻ കഴിയില്ല. എന്തായാലും ഈ ചൂടത്ത് വെന്തു മരിക്കും, അതിനു മുൻപ് ഒരു തവണയെങ്കിലും എനിക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞ് ആ വലിയ മരക്കട്ട എടുത്ത് സെക്യൂരിറ്റി ഗാർഡിന് നേർക്ക് വലിച്ചെറിയും. അത് കഴിഞ്ഞ് രക്ഷപ്പെടാനായിട്ട് ഉഷാറായിട്ട് മുൻപോട്ട് ഓടും. അപ്പോഴായിരിക്കും അവന്റെ തൊട്ടു മുൻപില് മറ്റൊരു പ്രിസണർ. അവനാണെങ്കിൽ ആ ഒരു പ്രിസണറിനോട് അവിടുന്ന് മാറാൻ പറയാതെ അവനെ ഇടിച്ച് തെറിപ്പിക്കാൻ നോക്കും. ഇടി കിട്ടി ചോര തുളുമ്പിയ ആ പ്രിസണർ അവന്റെ കയ്യിലുണ്ടായിരുന്ന മരക്കട്ട എടുത്ത് അവനെ അടിച്ച് താഴെയിടും. അങ്ങനെ രക്ഷപ്പെടാൻ നോക്കിയവൻ അവൻ എന്നേക്കുമായിട്ട് രക്ഷപ്പെട്ട് ആ തീയിൽ വെന്തുരുകും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് അവനെ ഇടിച്ചിട്ട ആ ഒരു പ്രിസണറിനെ കാണിക്കും. അത് മറ്റാരുമല്ല, ബറക്കു വർക്സിലെ നമ്പർ 1 വില്ലൻ. കട്ട് ചെയ്ത നമ്മുടെ പ്രിൻസസ് അവള് വാക്ക് കൊടുത്തതുപോലെ തന്നെ ഇപ്പൊ നേവി കപ്പലിലേക്ക് തിരികെ പോവാണ്. ക്യാപ്റ്റൻ പറയും, നിനക്ക് ആവശ്യമായിട്ടുള്ള 4 വണ്ടി ഫുഡ് അതും ഇപ്പൊ റെഡിയാണ്. അവള് പറയും, ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല, നോർമൽ കുറച്ച് ഫുഡ് മാത്രം എനിക്ക് തന്നാ മതി. അവൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും വേറൊരു സോൾജിയർ വന്ന് ക്യാപ്റ്റനോട് പറയാ, ന്യൂ വേൾഡില് ആ ഷാങ്സും കൂട്ടരും അവരിപ്പോ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഷാങ്സ് കൈതോക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പോ ഇല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇതൊരു വലിയ ഫൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഫൈറ്റ് അത് വൈറ്റ് ബിയർഡും ടീമും ഗവൺമെന്റും തമ്മിലുള്ള വലിയൊരു യുദ്ധമായി മാറാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ഇപ്പൊ കപ്പലിലേക്ക് കയറും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ലെവൽ 4 കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ പ്രിസണേഴ്സ് ഒക്കെ ഷോക്കായിട്ട് ഫ്ലോറിലേക്ക് നോക്കും. കാരണം അവിടെയുള്ള ചീഫ് നേവി ഓഫീസേഴ്സ്, ഒരുപാട് സോൾജിയേഴ്സ്, അങ്ങനെ എല്ലാവരും ഇപ്പൊ സ്റ്റെപ്പിന്റെ അവിടെ നിരന്ന് നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാരെ ട്രാപ്പ് ചെയ്യുക എന്നതാണ് അവരുടെ ഉദ്ദേശം. അവർ ഒരുപാട് നേരമായിട്ട് ഇപ്പോ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോഴായിരിക്കും നമ്മുടെ വാർഡൻ ആൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു മൂവബിൾ ബോക്സിൽ അവിടേക്ക് വരാം. ഇവിടെ സാഡിക്കാണെങ്കിൽ നിന്ന് ഇപ്പൊ മടുപ്പായി. അവള് പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് 3rd ലെവലിലേക്ക് പോവാം, അവിടെ ചെന്ന് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാം, എന്റെ കുഞ്ഞുങ്ങൾക്ക് വിശന്ന് വലയാണ്. അപ്പൊ കറക്റ്റ് ടൈം ഒരുത്തൻ ഓടി വന്ന് ലൂഫി ലെവൽ 3യിലുള്ള വെൽ ടവറിലുണ്ട് എന്നൊരു ഇൻഫർമേഷൻ കൊടുക്കും. വാർഡൻ ആണെങ്കിൽ അത് കേട്ട് കുറച്ച് സന്തോഷം തോന്നും. കാരണം നമ്മുടെ ആൾക്കാര് അവിടുന്ന് താഴേക്ക് വീഴുകയാണെങ്കിൽ ആ തീയിൽ കിടന്ന് വെന്തു മരിക്കും. കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാര് നോ എന്നലറി വിളിച്ച് ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് അങ്ങനെ സ്ലോ മോഷനിൽ വീഴാണ്. അല്പസമയം കഴിയുമ്പോൾ ഇപ്പൊ വാർഡന്റെ പേരൊക്കെ വിളിച്ച് ഒരു സെക്യൂരിറ്റി ഗാർഡ് വാർഡന്റെ അടുത്തേക്ക് വരും. വാർഡൻ ആ സ്ട്രോ ഹാറ്റ് ലൂഫി അവൻ നമ്മുടെ ഈ ഫ്ലോറിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് കേട്ട് വാർഡൻ അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. അവരെങ്ങനെ ഇത്ര സേഫ് ആയിട്ട് രക്ഷപ്പെട്ടു? താഴേക്ക് ചാടിക്കഴിഞ്ഞ ഉറപ്പായിട്ടും ആ തീയിലേക്ക് വീണ് അവർ മരിക്കും.
എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. അവർ ശരിക്കും ഭയങ്കര ലക്കിയാണ്. മാത്രമല്ല ആ സോൾജിയർ പറയും സാഡിയുടെ ആനിമലിനെ അതിനെയും അവർ കൊന്നുകളഞ്ഞു. സാഡിക്കാണെങ്കിൽ അത് കേട്ട് അവളുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഉടനെ നമ്മുടെ വാർഡൻ, സാഡി നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കറക്റ്റായിട്ട് ഇത്തവണ അവരെ പിടികൂടും, നമ്മളുടെ റിവഞ്ച് അത് നമ്മൾ അവരോട് തീർക്കും. വാർഡനാണെങ്കിൽ ഇപ്പൊ 2 സെക്ഷനായിട്ട് അവരെ തിരിക്കും. ഹാനിയബാലിനോട് സ്റ്റെയറിന്റെ ഒരു ഭാഗത്ത് കാവൽ നിൽക്കാൻ പറയും, ബാക്കിയുള്ളവരോട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡില് കാവൽ നിൽക്കാൻ പറയും. ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കേണ്ടത് സാഡി ആൻഡ് ടീമാണ്. അവൾക്കാണെങ്കിൽ ആ ഒരു പ്ലാൻ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവില്ല. അവരെ ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനാണ് അവളുടെ ആഗ്രഹം. അതേസമയം ഇവിടെ ഹാനിയബാലാണെങ്കിൽ കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കും, അവര് വരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവരെ രക്ഷപ്പെടുത്തും. എന്നിട്ട് ആ തെറ്റ് അത് ഞാൻ വാർഡന്റെ മേലെ ഇട്ട് വൈസ് വാർഡനായി ഞാൻ മെയിൻ വാർഡനായി മാറും. വാർഡനാണെങ്കിൽ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കും. അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ കാണുമ്പോൾ വാർഡന് പിടികിട്ടും അവന്റെ ഐഡിയ അതാർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. പോയിസൺ ഗ്യാസ് അത് പുറത്തേക്ക് റിലീസ് ചെയ്ത് നിങ്ങൾക്ക് ആർക്കും എന്റെ പ്ലാൻ ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിക്കും. അത് കാണേണ്ട താമസം അവർ പേടിച്ച് നിലവിളിച്ച് പറയും, അയ്യോ ഇല്ല ഇല്ല, നിങ്ങളുടെ പ്ലാൻ അത് സൂപ്പറാണ്, ഞങ്ങൾ അതനുസരിച്ച് തന്നെ എല്ലാം ചെയ്യാന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ നാനാ വഴിക്ക് ഓടുകയാണ്. വാർഡനുടനെ അവർക്ക് മറ്റൊരു ഓഫർ കൊടുക്കും. എനിക്കറിയാം എന്റെ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് ആർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വിട്ടുവീഴ്ച ചെയ്യാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അവരെ കയ്യിൽ കിട്ടിയ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി അവരെ കൊണ്ട് യാതൊരു ഉപദ്രവവും ആർക്കും ഉണ്ടാവാൻ പാടില്ല. അത് കേൾക്കേണ്ട താമസം അവർ നാനാ വഴിക്ക് പോകും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവര് 4 പേരും ആ തീയിൽ വീഴാതെ സേഫ് ആയിട്ട് ഒരു ഭാഗത്ത് നിൽക്കാണ്. ലൂഫിയുടെ ആഗ്രഹപ്രകാരം ഇപ്പൊ അവര് 4th ലെവലിലെത്തി. പക്ഷെ എന്താ, അവർക്ക് കാലാണെങ്കിൽ നിലത്ത് കുത്താൻ പറ്റില്ല. ലെവൽ 3-ലുള്ളതിനെ കഴിഞ്ഞും 10 മടങ്ങ് ചൂടാണ് അവിടെ. അവരാണെങ്കിൽ ഇപ്പൊ ചാടാൻ തുടങ്ങും. ലൂഫി ആണെങ്കിൽ അടുത്ത ലെവൽ എവിടെയാണ്, അടുത്ത ലെവലിലേക്ക് നമ്മൾ എങ്ങനെ പോകുന്നു ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ബാക്കി ആശാമാർക്ക് അവർക്ക് നാവ് പോലും പൊക്കാൻ പറ്റാതെ ആ ചൂടിൽ വെന്തുരുകി അവരിപ്പോ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ലൂഫിക്കാണെങ്കിൽ ഇപ്പൊ നല്ലൊരു സ്മെല്ല് കിട്ടും. അവൻ ആ സ്മെല്ല് കിട്ടിയ ഭാഗത്തേക്ക് ഓടും. ഡാൻസറിനാണെങ്കിൽ ആദ്യമൊന്നും പിടിയിട്ടില്ല. പിന്നെ ആയിരിക്കും ഡാൻസറിന് മനസ്സിലാവുക അവിടെ കിച്ചൺ ഉണ്ട്, അവൻ ഫുഡ് കഴിക്കാനാണ് അവിടേക്ക് പോകുന്നതെന്ന്. ഞാനും ഉണ്ട്, എന്നെയും കൂട്ടാൻ പറഞ്ഞ് അവന് തൊട്ട് പിന്നാലെ ഓടും. ലൂഫി ആ സ്മെല്ല് കിട്ടിയ സ്ഥലത്ത് എത്തുമ്പോഴായിരിക്കും മറ്റൊരു ട്വിസ്റ്റ്. അവിടെ ആ സോൾജിയേഴ്സ് അവരിപ്പോ ലൂഫിയെ കണ്ടു കഴിഞ്ഞു. ഒരു ബെറ്റാലിയൻ സോൾജിയേഴ്സ് ലൂഫിയെ മാർക്ക് ചെയ്ത് അവനെ പിടിക്കാൻ അവന്റെ അടുത്തേക്ക് ഓടി അടുക്കാണ്. ലൂഫി ആണെങ്കിൽ അവന്റെ ഫുൾ എനർജി എടുത്ത് അവരെ അറഞ്ചം പുറഞ്ച് ഇട്ടിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവരെ തോൽപ്പിച്ച് ആ കിച്ചണിലെത്തണം. കിച്ചണിലെത്തി അവൻ ആവശ്യമുള്ള ഫുഡ് കഴിച്ചാൽ മാത്രമേ ലൂഫിക്ക് പഴയ എനർജി അത് തിരികെ കിട്ടൂ. ഇവിടെ വാർഡനാണെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ലൂഫി ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ടീം എ ആണ്. അടുത്തതായിട്ട് ടീം ബിയോട് ലൂഫി അറ്റാക്ക് ചെയ്യാൻ അവിടേക്ക് പോകാനായിട്ട് ആൾ നിർദ്ദേശിക്കും. ഓരോരോ ടീംസ് ആയിട്ട് ലൂഫി ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ടീംസുകളെല്ലാം ലൂഫി തോൽപ്പിക്കുകയാണ്. അവസാനമായിട്ട് സാക്ഷാൽ വാർഡൻ തന്നെ ഇപ്പൊ കളത്തിലേക്ക് ഇറങ്ങും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ബഗ്ഗിയും നമ്പർ 3യും അവരാണെങ്കിൽ പേടിച്ചു വരച്ച് ലൂഫി അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് അങ്ങനെ നിൽക്കും. ബഗ്ഗി ആണെങ്കിൽ തീർത്തു പറയും, ഉറപ്പായിട്ടും ഇത് ലൂഫി അന്വേഷിച്ച് മാത്രമല്ല, നമ്മൾ ആരൊക്കെ ഉണ്ടെന്ന് അവർക്ക് പിടികിട്ടി കഴിഞ്ഞു. ഈ ഫ്ലോറിനൊരു പ്രത്യേകതയുണ്ട്, അതായത് ഇവിടെ വെച്ച് വളരെ എളുപ്പത്തിൽ അവർക്ക് നമ്മളെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്ത ഇവിടെ ആ വാർഡൻ ആളാണെങ്കിൽ ഇപ്പൊ ഒരുപാട് പോയിസൺ ലൂഫിക്ക് നേരെ സ്പിറ്റ് ചെയ്യാണ്. ലൂഫി ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓരോ ഭാഗത്തേക്ക് ചാടി ഓടി അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ലൂഫി നൈസായിട്ട് ഇപ്പൊ ഫേസ് ഉയർത്തി ആ വില്ലനെ നോക്കും. വാർഡന്റെ ഫേസ് കണ്ട് നമ്മുടെ ലൂഫി ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.